Good afternoon, all. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Okay, നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മള് ടേബിള് കംപ്ലീറ്റ് ചെയ്തായിരുന്നു എക്യുപ്മെന്റ്സിന്റെ അല്ലെ. അവിടെ വരെയല്ലേ നമ്മൾ കഴിഞ്ഞ ലാസ്റ്റ് ക്ലാസ്സിൽ നിർത്തിയത്. ടേബിള് എക്യുപ്മെന്റ്സിന് നമ്മള് ഡയഗ്നോസ്റ്റിക്, തെറാപ്റ്റിക്, മോണിറ്ററിംഗ് ഇൻസ്ട്രുമെന്റ്സ്. ഇനി നെക്സ്റ്റ് നോക്കാം ഫങ്ഷൻസ് ഓഫ് ഒ പി ഡി. നമ്മൾ ഒ പി ഡി എന്താണെന്ന് കണ്ടു, ഞാൻ ലൊക്കേഷൻ കണ്ടു. ലൊക്കേഷൻ എവിടെയാണ് ഒ പി ഡി? ലൊക്കേഷൻ ഓഫ് ഒ പി ഡി എവിടെയാ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്? ഒ പി ഡി ഗ്രൗണ്ട് ഫ്ലോർ, ഫസ്റ്റ് ഫ്ലോർ, സെക്കൻഡ് ഫ്ലോർ, എവിടെയാണ്? യെസ്, ഗ്രൗണ്ട് ഫ്ലോറിൽ അല്ലേ. ഗ്രൂപ്പിലോ? ഗ്രൗണ്ട് ഫ്ലോർ എന്നാണോ ഉദ്ദേശിച്ചത്? ഓക്കെ, ദെൻ ഫങ്ഷൻസ് ഓഫ് ഒ പി ഡി ആണ് നെക്സ്റ്റ് നോക്കുന്നത്. പിന്നെ ഒ പി ഡിയുടെ ധർമ്മങ്ങൾ, ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. പോയിന്റ്സ് ആണ് കേട്ടോ, ശ്രദ്ധിക്കുക പോയിന്റ്സ്. Early diagnosis, curative, preventive and rehabilitative care on ambulatory basis. Early diagnosis, ambulatory basis ലുള്ള early diagnosis, curative, preventive and rehabilitative care. എന്താ curative എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ curative കേട്ടിട്ടുണ്ടോ? curative കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? ആദ്യമായിട്ട് കളിക്കണോ curative എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ? അതായത് രോഗശമനം, രോഗശാന്തി, രോഗത്തിനെ നമ്മൾ ശമിപ്പിക്കുക എന്നുള്ളൊരു അർത്ഥമാണ് കേട്ടോ. ദെൻ പ്രിവെന്റീവ് ആൻഡ് റിഹാബിലിറ്റേറ്റീവ്, രോഗനിർണയം അല്ലെ. പ്രിവെന്റീവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രോഗത്തെ തടയുക, റിഹാബിലിറ്റേറ്റീവ് രോഗത്തെ തടഞ്ഞു കഴിഞ്ഞിട്ട് നമ്മൾ റിഹാബിലിറ്റേറ്റീവ് ഒക്കെ കൊടുക്കുക. ആംബുലേറ്ററി ബേസിസിൽ, ഇനി ആംബുലേറ്ററി ബേസിസ് എന്താണ്? ആംബുലേറ്ററി ബേസിസ് എന്ന് പറയുന്നത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവാതെ, നമ്മൾ പറഞ്ഞല്ലോ ഔട്ട് പേഷ്യന്റ് ബേസിസ്, അതായത് അഡ്മിറ്റ് ആവാതെ തന്നെ ട്രീറ്റ്മെന്റ്സും ചിലപ്പോൾ ടെസ്റ്റുകളൊക്കെ നടത്തും, ചിലപ്പോ മറ്റെന്തെങ്കിലും പ്രവർത്തനങ്ങൾ ഇഞ്ചക്ഷൻസ് തരും, ചിലപ്പോൾ സ്കാനിങ് മറ്റു ടെസ്റ്റുകളൊക്കെ നമ്മൾ നടത്തി പേഷ്യന്റിനെ അവിടെ അഡ്മിറ്റ് ആക്കുന്നില്ല, മറിച്ച് എന്താണ് അഡ്മിറ്റ് ചെയ്യാതെ തന്നെയുള്ള എല്ലാ ട്രീറ്റ്മെന്റ്സുകളും നൽകുന്നതിനെയാണ് എന്ത് വിളിക്കുക? ആംബുലേറ്ററി ബേസിസ് എന്ന് പറയുന്നത്. മീൻസ് ഔട്ട് പേഷ്യന്റ് ബേസിസ്. ക്ലിയർ ആണോ? ആംബുലേറ്ററി ബേസിസ് എന്താണെന്ന്? അതായത് അഡ്മിറ്റ് ചെയ്യാതെ ഔട്ട് പേഷ്യന്റ് ബേസിസിൽ പേഷ്യന്റിന് നമ്മള് സേവനങ്ങള് കൊടുക്കുന്നതിനാണ് ആംബുലേറ്ററി ബേസിസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ അവിടെ ഫസ്റ്റ് പോയിന്റിൽ പറയുന്നത് ഏർലി ഡയഗ്നോസിസ്, ആംബുലേറ്ററി ബേസിസിൽ നേരത്തെയുള്ള രോഗനിർണയങ്ങള്. അതായത് നമ്മള് ഒ പി ഡിയിൽ വന്നുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? ടെസ്റ്റുകളൊക്കെ നടത്തുന്നു, ചിലപ്പോൾ ബി പി നോക്കുന്നു, ടെമ്പറേച്ചർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. Then curative, രോഗശമനം, അതിനുള്ള ട്രീറ്റ്മെന്റ്സ് ഒക്കെ കൊടുക്കുന്നു. Preventive and rehabilitative care on ambulatory basis, രോഗശമനം, രോഗത്തെ വരാതിരിക്കാൻ പ്രിവെന്റീവ് ആയിട്ടുള്ളത്. മറ്റു റീഹാബിലിറ്റേറ്റീവ് കെയറുകൾ കൊടുക്കുന്നു. റീഹാബിലിറ്റേറ്റീവ് കെയർ ഫിസിയോതെറാപ്പി അതുപോലെയുള്ള കെയറുകളും കൊടുക്കുന്നു. ഫസ്റ്റത്തെ ഫംഗ്ഷൻ ആണ്. ഇനി രണ്ടാമത്തെ ഫംഗ്ഷൻ നോക്കാം. ഫസ്റ്റ് ഫംഗ്ഷൻ ക്ലിയർ ആണോ? ഓക്കെ ആണോ? ആദ്യത്തെ ഫംഗ്ഷൻ ഓക്കെ. ആ പോയിന്റ് നിങ്ങൾ അതുപോലെ തന്നെ പഠിക്കുക കേട്ടോ. എന്റെ ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കണ്ട, മാക്സിമം ഷോർട്ട് ആക്കിയിട്ടാണ് പോയിന്റ് തന്നിരിക്കുന്നത്. സോ ആ പോയിന്റ് അനുസരിച്ചിട്ട് അതുപോലെ തന്നെ പഠിക്കുക. ഇനി രണ്ടാമത്തെ ഫംഗ്ഷൻ പറയുന്നത് ഇഫക്റ്റീവ് ട്രീറ്റ്മെന്റ് ഓൺ ആംബുലേറ്ററി ബേസിസ്. വീണ്ടും ഒ പി ഡി ബേസിസിൽ, ആംബുലേറ്ററി ബേസിസിൽ ഇഫക്റ്റീവ് ആയിട്ടുള്ള നല്ല ഫലപ്രദമായിട്ടുള്ള രീതിയിലുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കുക. സ്ക്രീനിങ് ഫോർ അഡ്മിഷൻ ടു ഹോസ്പിറ്റൽ. സ്ക്രീനിങ് ഫോർ അഡ്മിഷൻ ടു ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിലേക്കുള്ള, ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിക്കാനുള്ള ഒരു സ്ക്രീനിങ് കൊടുക്കാന്ന്. എന്തായിരിക്കും ഇവിടെ സ്ക്രീനിങ് ഒന്നും പ്രതീക്ഷിക്കുന്നത്? ആലോചിച്ച് നോക്കി. അഡ്മിഷനിലേക്കുള്ള സ്ക്രീനിങ് അല്ലെ. നമ്മള് ഒരു ഒ പി ഡിയിൽ വന്ന് ഡോക്ടറെ കണ്ടു, ട്രീറ്റ്മെന്റ്സ് ഒക്കെ ചെയ്തു, ടെസ്റ്റുകളൊക്കെ ചെയ്തു, എന്നിട്ടാണ് നമ്മൾ ചിലപ്പോൾ ഡോക്ടർ എന്ത് ചെയ്യുന്നത്? ഐ പി ഡിയിലേക്ക് മാറ്റുന്നത്. ദാറ്റ് മീൻസ് അഡ്മിഷൻ ചെയ്യുന്നത്, അഡ്മിറ്റ് ചെയ്യുന്നത് ഇല്ലേ. ആദ്യം നമ്മൾ എന്ത് ചെയ്യും? ഒ പി ഡിയിൽ വന്ന് ഡോക്ടറെ കണ്ടു, ചെക്കപ്പ് ഒക്കെ ചെയ്തു, അതിന്റെയൊക്കെ ചിലപ്പോൾ റിസൾട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും പേഷ്യന്റിനെ എന്ത് ചെയ്യാം? അഡ്മിറ്റ് ചെയ്യുന്നത്. ഇപ്പൊ ഒരു സ്ക്രീനിങ് ആണ് അത് ഇല്ലേ. മനസ്സിലായോ? ഇപ്പോ എങ്ങനെയാണ്? സ്ക്രീനിങ് ആണ്. ഒ പി ഡി എന്ന് പറഞ്ഞാൽ ഒരു സ്ക്രീനിങ് ആണ്.
അവിടെ നമ്മൾ പരിശോധിച്ചു, ടെസ്റ്റുകളൊക്കെ ചെയ്തു, റിസൾട്ട് ഒക്കെ കാണിക്കുമ്പോഴാണ് പേഷ്യന്റിനെ എന്ത് ചെയ്യുന്നത്, അഡ്മിറ്റ് ചെയ്യുന്നത്. കണ്ടോ, സ്ക്രീനിങ് ഫോർ അഡ്മിഷൻ ടു ഹോസ്പിറ്റൽ. OPD-യിൽ വന്നിട്ടാണ് നമ്മൾ IPD-യിലേക്ക് മാറുന്നത്. OPD-യിൽ വന്നു, പരിശോധനകളൊക്കെ ചെയ്തു, ടെസ്റ്റുകളൊക്കെ ചെയ്തു, റിസൾട്ട് നോക്കുമ്പോഴാണ് ചിലപ്പോ ഇഞ്ചക്ഷൻ ആവശ്യമാണ്, അല്ലെ, അഡ്മിറ്റ് ചെയ്യണം, എങ്കിൽ അത് കുറയുകയേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നത്, നമ്മളെ അഡ്മിറ്റ് ചെയ്യുന്നത്. Then follow up care and care after discharge. ഫോളോ അപ്പ് കെയറുകൾ കൊടുക്കുക. ഫോളോ അപ്പ് കെയർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, ഇപ്പൊ നമ്മളൊരു പനിയോ ചുമയായിട്ട് ഹോസ്പിറ്റലിൽ ചെന്നു, അപ്പൊ ഡോക്ടർ നമുക്കൊരു 5 ദിവസത്തേക്ക് മെഡിസിൻ ഒക്കെ തന്നു. എന്നിട്ട് ഡോക്ടർ പറയുകയാണ് 5 ദിവസം കഴിയുമ്പോൾ ഒന്നുകൂടി വന്ന് കാണാം, ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ചെയ്യണം, അന്ന് കുറച്ച് വേറെ എന്തെങ്കിലും ടെസ്റ്റ് ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടെസ്റ്റുകൾ ചെയ്യാം, 5 ദിവസത്തേക്കുള്ള മരുന്ന് കഴിക്കുക. ദെൻ മരുന്ന് തീരുമ്പോൾ 5 ദിവസം കഴിയുമ്പോൾ വീണ്ടും ഒന്നുകൂടി വന്ന് കാണാൻ പറയും. പറയാറില്ലേ നമ്മളവിടെ 5 ദിവസം കഴിഞ്ഞിട്ട് ചിലപ്പോൾ 5 ദിവസത്തെ ആന്റിബയോട്ടിക് ആയിരിക്കും തന്നിരിക്കുന്നത്. അപ്പൊ ആന്റിബയോട്ടിക് കഴിയുമ്പോൾ ജസ്റ്റ് ഒന്നും കൂടി വന്ന് കാണാൻ പറയും. അതിനെയാണ് ഫോളോ അപ്പ് കെയർ എന്ന് ഉദ്ദേശിക്കുന്നത്. ദെൻ ആഫ്റ്റർ ഡിസ്ചാർജ്, നമ്മൾ അഡ്മിറ്റ് ആയി ഡിസ്ചാർജ് ആയി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ആ ഡിസ്ചാർജ് ആയിട്ട് അതുവഴി നമ്മൾ എവിടെയാണോ ചെയ്യുന്നത്, ഹോസ്പിറ്റലിൽ അറ്റ്ലീസ്റ്റ് ഒരു പ്രാവശ്യമെങ്കിലും ചെക്കപ്പിന് വേണ്ടി വരാൻ പറയും. ഡിസ്ചാർജ് ആയി കഴിഞ്ഞിട്ട് ഇതുപോലെ ചിലപ്പോൾ ഒരാഴ്ചത്തേക്കുള്ള മെഡിസിൻ ഒക്കെ നമുക്ക് തന്നുവിടും. എന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് ഒന്നും കൂടി വന്ന് നോക്കി നമുക്ക് ഓക്കെ ആണോ, ടെസ്റ്റ് ഒക്കെ ചെയ്തിട്ട് ഒന്നും കൂടി നോക്കും. ഡിസ്ചാർജ് കഴിഞ്ഞിട്ട് ഒരു ഫോളോ അപ്പുകൾ നമുക്ക് ലഭിക്കും. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ നോക്കാം. പ്രൊമോഷൻ ഓഫ് ഹെൽത്ത് ബൈ ഹെൽത്ത് എഡ്യൂക്കേഷൻ. പ്രൊമോഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രോത്സാഹിപ്പിക്കുക, ഹെൽത്തിനെ പ്രോത്സാഹിപ്പിക്കുക. എന്തിലൂടെ? ബൈ ഹെൽത്ത് എഡ്യൂക്കേഷൻ. ഇപ്പോ ഹെൽത്ത് എഡ്യൂക്കേഷനിലൂടെ ആളുകൾ എന്ത് ചെയ്യുക, ഹെൽത്തിനെ പ്രൊമോട്ട് ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുക. അതായത് നമ്മൾ ഹോസ്പിറ്റലുകൾക്ക് ചെല്ലുമ്പോൾ നിങ്ങൾ പോസ്റ്ററുകളൊക്കെ കാണാറുണ്ടോ, ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഹോസ്പിറ്റലിലെ പോസ്റ്ററുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചിലപ്പോ നമ്മള് എനിക്ക് തോന്നുന്നു ഡോക്ടേഴ്സിന്റെ റൂമിൽ ഉണ്ടാവും, റൂമിന് പുറത്ത് നമ്മൾ വെയിറ്റിംഗ് ഹാളിലൊക്കെ ഇരിക്കുമ്പോൾ ഹെൽത്തിനെ ഓരോരോ അസുഖങ്ങളെ കുറിച്ചും അതിന്റെ ലക്ഷണങ്ങള് എല്ലാത്തിനും എല്ലാ സെക്ഷനിലും ഉണ്ട് കേട്ടോ, എല്ലാ ഡോക്ടേഴ്സിന്റെ റൂമിൽ ഉണ്ടാകും. അതോടൊപ്പം തന്നെ അവയർനെസ് ഒക്കെ പോലെ ഒരു എഡ്യൂക്കേഷൻ അല്ലെ. അപ്പൊ അതിലൂടെ എന്ത് ചെയ്യുക, ഹെൽത്തിനെ പ്രൊമോട്ട് ചെയ്യുക. Then rendering of preventive health care. Rendering എന്ന് വെച്ചാൽ എന്താണ്? റെൻഡർ ചെയ്യാന്ന് വെച്ചാൽ വിശദീകരിക്കുക. പ്രിവെന്റീവ് ഹെൽത്ത് കെയർ അല്ലെ, അതായത് നമ്മൾ പ്രതിരോധം, അതായത് രോഗങ്ങൾ എങ്ങനെ പ്രതിരോധിക്കാം എന്നതിനെ കുറിച്ചൊക്കെ ഒരു വിശദീകരണങ്ങളൊക്കെ കൊടുക്കുക. ഇതുപോലെ അവയർനെസ് ക്ലാസ്സുകളോ ക്യാമ്പുകളോ അങ്ങനെയുള്ള കാര്യങ്ങൾ സംഘടിപ്പിക്കുക. Then promotion of health through health education. നമ്മൾ ഓൾറെഡി പറഞ്ഞ പോയിന്റ് ആണ് അത്. ഹെൽത്ത് എഡ്യൂക്കേഷനിലൂടെ ഹെൽത്തിനെ പ്രൊമോട്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ OPD-യുടെ ഫങ്ഷൻസ് ആണ് നമ്മൾ പറഞ്ഞത്. ഒരു പ്രാവശ്യം കൂടി വായിക്കാം, എന്തെങ്കിലും മനസ്സിലാവാത്തുണ്ടെങ്കിൽ ശ്രദ്ധിക്കാം. ഫങ്ഷൻസ് ഓഫ് OPD. Early diagnosis, curative, preventive and rehabilitative care on ambulatory basis. OPD ബേസിസ് അല്ലെങ്കിൽ ആംബുലേറ്ററി ബേസിസിൽ നേരത്തെയുള്ള രോഗനിർണയങ്ങള്, രോഗശമനത്തിനുള്ള ട്രീറ്റ്മെന്റ്സുകള്, then preventive rehabilitative services. Then effective treatment on ambulatory basis. Ambulatory basisലുള്ള ഫലപ്രദമായിട്ടുള്ള ഒരു പരിചരണം കൊടുക്കുക. Then മൂന്നാമത്തെ ഫംഗ്ഷൻ സ്ക്രീനിങ് ഫോർ അഡ്മിഷൻ ടു ദ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യാനുള്ള ഒരു സ്ക്രീനിങ് കൊടുക്കുക. ഫോളോ അപ്പ് കെയർ ആൻഡ് കെയർ ആഫ്റ്റർ ഡിസ്ചാർജ്. ഫോളോ അപ്പ് കെയറുകൾ കൊടുക്കുക, ഡിസ്ചാർജ് ചെയ്യുന്നതിന് ശേഷം കെയർ കൊടുക്കുക. പ്രൊമോഷൻ ഓഫ് ഹെൽത്ത് ബൈ ഹെൽത്ത് എഡ്യൂക്കേഷൻ. ഹെൽത്ത് എഡ്യൂക്കേഷനിലൂടെ ഹെൽത്തിനെ പ്രൊമോട്ട് ചെയ്യുക. റെൻഡറിംഗ് ഓഫ് പ്രിവെന്റീവ് ഹെൽത്ത് കെയർ. ഹെൽത്ത് കെയറിന് വേണ്ടിയിട്ട് പ്രതിരോധിക്കാനായിട്ടുള്ള, ആരോഗ്യത്തെ പ്രതിരോധിക്കാനായിട്ടുള്ള വിശദീകരണങ്ങൾ കൊടുക്കുക. മീൻസ് അവയർനെസ് ക്ലാസ്സുകളോ ക്യാമ്പുകളൊക്കെ അറേഞ്ച് ചെയ്യുക. പ്രൊമോഷൻ ഓഫ് ഹെൽത്ത് ത്രൂ ഹെൽത്ത് എഡ്യൂക്കേഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ് ആണ്. ഇത്രയുമാണ് OPD-യുടെ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ എല്ലാ പോയിന്റ്സും? നിങ്ങൾ ആ പോയിന്റ്സ് മാത്രം പഠിച്ചു വെക്കണേ, അതിന്റെ ഡീറ്റെയിൽ ആയിട്ടൊന്നുമില്ല, ജസ്റ്റ് ആ പോയിന്റ്സ് മാത്രം നോക്കാം. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കി. ഫങ്ഷൻസ് ഓഫ് OPD ഒരു പ്രാവശ്യം വായിക്കാം കേട്ടോ.
വായിച്ചു എല്ലാവരും ഫങ്ഷൻസ് ഓഫ് OPD കഴിഞ്ഞു. ഓക്കെ, then നെക്സ്റ്റ് നോക്കാം. പ്രിവെന്റീവ് ഹെൽത്ത് ആക്ടിവിറ്റീസ്. പ്രിവെന്റീവ് ഹെൽത്ത്, പ്രതിരോധ ആരോഗ്യ പ്രതിരോധ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് ഹോസ്പിറ്റല് അല്ലെങ്കിൽ ഓരോ ഹോസ്പിറ്റലിൽ പ്രൊവൈഡ് ചെയ്യുന്ന പ്രതിരോധ പ്രവർത്തനങ്ങൾ നോക്കാം. വെൽ ബേബി ക്ലിനിക്സ്, ബേബി കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള ക്ലിനിക്സുകള്. ANC മാനേജ് കൗൺസിലിംഗ്, പ്ലാനഡ് പാരന്റ്ഹുഡ് എക്സെട്ര. ANC അറിയാമോ ഫുൾ ഫോം? ANC ആന്റിനേറ്റൽ കെയറിംഗ്. ആന്റിനേറ്റൽ കെയറിംഗ് എഴുതി വെക്കുക കേട്ടോ. ANC ആന്റിനേറ്റൽ കെയറിംഗ്. ആന്റിനേറ്റൽ കെയറിംഗ്. എല്ലാവരും ആന്റിനേറ്റൽ കെയറിംഗ്. ആന്റിനേറ്റൽ കെയറിംഗ് എന്ന് വെച്ചാൽ എന്താണ്? പ്രഗ്നൻസി ടൈമിൽ കൊടുക്കുന്ന കെയറിംഗും പരിചരണങ്ങളും. ഓക്കെ, കുറച്ചു പേർക്കൊക്കെ അറിയാമെന്ന് തോന്നുന്നു അല്ലെ? ഓക്കെ, പ്രഗ്നൻസി ടൈമിലുള്ള കെയറും പരിചരണങ്ങളൊക്കെയാണ്. ദെൻ മാരേജ് കൗൺസിലിംഗ്, പ്ലാനഡ് പാരന്റ്ഹുഡ് എക്സെട്ര. മാരേജ് കൗൺസിലിംഗും അതുപോലെ തന്നെ പാരന്റ്ഹുഡ് എങ്ങനെയാണ് കുട്ടികളെ വളർത്തിയിട്ട് രക്ഷാകർത്താക്കൾക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് പ്രോഗ്രാംസുകള്. സ്കൂൾ ഹെൽത്ത് ക്ലിനിക്സ് അല്ലെ? സ്കൂളിലുള്ള കുറച്ച് ഹെൽത്ത് ക്ലിനിക്കുകൾ, സ്കൂളിലൊക്കെ പോയിട്ട് ഹെൽത്ത് ക്ലിനിക്കുകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യുക. കൺട്രോൾ ഓഫ് കമ്മ്യൂണിക്കബിൾ ഡിസീസസ്. കമ്മ്യൂണിക്കബിൾ ഡിസീസസിനെ കൺട്രോൾ ചെയ്യുന്നത്. എന്താ കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? കമ്മ്യൂണിക്കബിൾ ഡിസീസസ് മലയാളത്തിൽ എന്താ പറയാ? ഏതെങ്കിലും ഒരു എക്സാമ്പിൾ പറയാമോ കമ്മ്യൂണിക്കബിൾ ഡിസീസസിന്? നമുക്ക് ഏറ്റവും എന്താ പറയാ സുപരിചിതമായിട്ടുള്ളത് TB ആണോ? അത് ക്രോണിക് ഡിസീസസ് ആണ്. കമ്മ്യൂണിക്കബിൾ, യെസ്, നിപ്പ, കോവിഡ്, ഇതൊക്കെ എന്താണ്? ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യുന്ന തരത്തിലുള്ള അസുഖങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുക? കമ്മ്യൂണിക്കബിൾ ഡിസീസസ്. അപ്പോ ബ്രാക്കറ്റിൽ വേഗം എഴുതി വെച്ചോളൂ. കോവിഡ്, നിപ്പ, ഏതെങ്കിലും രണ്ടു എഴുതിയാൽ മതി. കോവിഡ് ഓർത്തിരുന്നാൽ മതിയല്ലോ. ഓക്കെ, ചിക്കൻ പോക്സ്, അങ്ങനെയുള്ള കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ അത് അടുത്തൊരാളിലോട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് സ്പ്രെഡ് ചെയ്യുന്ന അസുഖങ്ങളെയാണ് കമ്മ്യൂണിക്കബിൾ ഡിസീസസ് എന്ന് വിളിക്കുന്നത്. ബ്രാക്കറ്റിൽ എഴുതി വെച്ചോ? കോവിഡ്, നിപ്പ, ഏതെങ്കിലും എക്സാമ്പിൾ എഴുതി വെച്ചോളൂ. Okay. Then early diagnosis and detection of chronic diseases like cancer and TB. Underline ചെയ്യുന്ന chronic diseases ന് എക്സാമ്പിൾ ആണ് ക്യാൻസർ, TB. ക്രോണിക് ഡിസീസസിന് എക്സാമ്പിൾ ആണ് ക്യാൻസർ ആൻഡ് TB. ക്രോണിക് ഡിസീസസ് എന്ന് വെച്ചാൽ അറിയാറോ? മീൻസ് എന്താണ്? വിട്ടുമാറാത്ത അസുഖങ്ങൾ ഉണ്ടല്ലോ. അതായത് ഇപ്പൊ ക്യാൻസർ, TB എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് മാറുന്നതാണോ? പെട്ടെന്ന് മാറുന്നതാണോ ക്യാൻസർ, TB? അല്ല, ദീർഘനാള് വർഷങ്ങളോളം ചിലപ്പോൾ അതിന് ട്രീറ്റ്മെന്റ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരുന്നു. അങ്ങനെയുള്ളതാണ് ക്രോണിക് ഡിസീസസ് എന്ന് പറയുന്നത്. ഡിറ്റക്ഷൻ എന്ന് വെച്ചാൽ കണ്ടെത്തുക എന്നുള്ളൊരു അർത്ഥമാണ് ഡിറ്റക്ഷൻ. നേരത്തെയുള്ള ഡയഗ്നോസിസ്, പരിശോധനയും രോഗനിർണയവും നേരത്തെ കണ്ടെത്തുക. ഇതിനെ നമ്മള് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പൊ ക്യാൻസറും TB ഒക്കെ ഉള്ള പേഷ്യൻസിനൊക്കെ നേരത്തെ തന്നെ, അതായത് നമ്മൾ ചെറിയൊരു ലക്ഷണങ്ങൾ കാണുമ്പോൾ തന്നെ ടെസ്റ്റുകളിലൂടെ അതിനെ കണ്ടെത്തുക. ഓക്കെ, അപ്പോ കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്ന് പറഞ്ഞാല് കോവിഡ്, നിപ്പ. ദെൻ ക്രോണിക് ഡിസീസസ് ഏതൊക്കെയായിരുന്നു? ക്യാൻസർ, TB. എക്സാമ്പിൾ ഒന്ന് നോക്കി വെക്കണേ, ചിലപ്പോ എക്സാമിന് ചോദിക്കാം. Then last one, health education and nutritional advisor. ഹെൽത്ത് എഡ്യൂക്കേഷൻ അല്ലെ? ഒരു ആരോഗ്യ വിദ്യാഭ്യാസം കൊടുക്കുക. അതുപോലെ ന്യൂട്രീഷണൽ അഡ്വൈസർ, അതായത് പോഷകാഹാരങ്ങൾ, എങ്ങനെയൊക്കെയുള്ള ആഹാരങ്ങൾ കഴിക്കണം, കുഞ്ഞുങ്ങൾക്ക് എങ്ങനെയാണ് ഫീഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ട പോഷക ആഹാരങ്ങൾ എന്നിവയെ കുറിച്ചിട്ടുള്ള ഒരു ന്യൂട്രീഷൻ ക്ലാസ്സുകളൊക്കെ പോലെ അറേഞ്ച് ചെയ്യുക. Then rehabilitation, prevention of disabilities and handicap. റിഹാബിലിറ്റേഷൻ കൊടുക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുനരുജ്ജീവനം, ഇങ്ങനെയുള്ള
നമ്മുടെ ഫിസിയോതെറാപ്പി അങ്ങനെയുള്ള റീഹാബിലിറ്റേഷൻസുകള്. ദെൻ പ്രിവെന്റേഷൻ ഓഫ് ഡിസബിലിറ്റീസ്, വൈകല്യങ്ങളൊക്കെ തടയാൻ, നമ്മളെ ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള വൈകല്യങ്ങൾ തടയാനായിട്ട് അതുമായിട്ടുള്ള ക്ലാസ്സുകളും മറ്റും അറേഞ്ച് ചെയ്തൊക്കെ കൊടുക്കുക. ഇത്രയുമാണ് ഒരു ഹോസ്പിറ്റലിൽ നമ്മൾ ചെയ്യുന്ന പ്രിവെന്റീവ് ആയിട്ടുള്ള ഹെൽത്ത് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. ഒരു പ്രാവശ്യം കൂടി വായിക്കാം. വെൽ ബേബി ക്ലിനിക്സ്, ANC, ആന്റി നേറ്റൽ കെയറിംഗ്, marriage counseling, planned parenthood, etc., school health clinic, control of communicable diseases, early diagnosis and detection of chronic diseases like cancer, TB, and communicable COVID, Nipah. Then health education and nutritional advice, rehabilitation, prevention of disabilities and handicap. Clear ആണോ? പ്രിവെന്റീവ് ഹെൽത്ത് ആക്ടിവിറ്റീസ് ഓക്കെ ആണോ എല്ലാവർക്കും? എളുപ്പമാണ്. പോയിന്റ്സ് മാത്രം ഒന്ന് പഠിച്ചാൽ മതി. അതില് ANC ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ ക്രോണിക് ഡിസീസസിന് എക്സാമ്പിൾ പഠിക്കണം. ദെൻ കമ്മ്യൂണിക്കബിൾ ഡിസീസസിനും എക്സാമ്പിൾ പഠിച്ചു വെക്കണം കേട്ടോ. ഇതൊന്ന് വായിച്ചു നോക്കി എന്തൊക്കെയാണ് പ്രിവെന്റീവ് ഹെൽത്ത് ആക്ടിവിറ്റീസ്. കംപ്ലീറ്റ് ചെയ്തോ? ഓക്കെ ആണോ? ഡൗട്ട്സ് ഒന്നും ഇല്ലല്ലോ? ക്ലിയർ ആണോ എല്ലാവർക്കും? ഓക്കെ. നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത് ടൈപ്സ് ഓഫ് OPD. അപ്പോ പ്രധാനമായിട്ടും 2 types of OPD സർവീസസ് ആണുള്ളത്. 2 type OPD സർവീസസ് ഉണ്ട്. നോക്കാം. ഫസ്റ്റ് വൺ സെൻട്രലൈസ്ഡ് ഔട്ട് പേഷ്യന്റ് സർവീസസ്, സെൻട്രലൈസ്ഡ്. സെക്കൻഡ് വൺ ഡീസെൻട്രലൈസ്ഡ് ഔട്ട് പേഷ്യന്റ് സർവീസസ്. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പഠിക്കാം കേട്ടോ. സെൻട്രലൈസ്ഡ് ഔട്ട് പേഷ്യന്റും ഡീസെൻട്രലൈസ്ഡ് ഔട്ട് പേഷ്യന്റ് സർവീസസ്. ഇനി ഫസ്റ്റ് വൺ നോക്കാം. എന്താണ് സെൻട്രലൈസ്ഡ് ഔട്ട് പേഷ്യന്റ് സർവീസസ്? All services are provided, underline ചെയ്യണേ. All services വായിച്ചു നോക്കുക കേട്ടോ. സെൻട്രലൈസ്ഡും ഡീസെൻട്രലൈസ്ഡും എന്താണെന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. ഓക്കെ. അപ്പോ സെൻട്രലൈസ്ഡ് ഔട്ട് പേഷ്യന്റ് സർവീസസും ഡീസെൻട്രലൈസ്ഡ്. സെൻട്രലൈസ്ഡ് നോക്കുക. വായിക്കുമ്പോൾ തന്നെ അണ്ടർലൈൻ ചെയ്ത് പോണേ. All services are provided in a concise area which include all diagnostic and therapeutic facilities being provided in the same place. വായിച്ചിട്ട് എന്തെങ്കിലും മനസ്സിലായോ? എന്തെങ്കിലും ഐഡിയ കിട്ടിയോ? സെൻട്രലൈസ്ഡ് ഔട്ട് പേഷ്യന്റ് എന്താണ്? കിട്ടിയോ ഐഡിയ? ഇല്ല. ഒരു പ്രാവശ്യം കൂടെ നോക്കി. All services are provided in a concise area. Concise എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? എല്ലാ സർവീസസുകളും, എല്ലാ സേവനങ്ങളും ഒരു നിക്ഷിപ്തമായിട്ടുള്ള ഒരു പ്രത്യേക ഏരിയയിൽ, ഒരൊറ്റ ഏരിയയിൽ തന്നെ എല്ലാ കാര്യങ്ങളും സർവീസസ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നു. ഓൾ ഇൻക്ലൂഡ് എന്തൊക്കെയാണ്? ഡയഗ്നോസ്റ്റിക് തുടങ്ങി തെറാപ്റ്റിക് ഫെസിലിറ്റീസ് വരെ എല്ലാം ഒറ്റ സെയിം പ്ലേസിലായിരിക്കുന്നത്. അതായത് എല്ലാം ഒരൊറ്റ ഇതിൽ നമുക്ക് ലഭിക്കുന്നത്. രോഗനിർണയത്തിനുള്ളതും ടെസ്റ്റുകളും അല്ലെങ്കിൽ മറ്റു ചികിത്സകളും എല്ലാം ഒറ്റ ഫ്ലോറിലാണെന്ന് നമ്മൾ പറയില്ലേ?
എല്ലാ സർവീസസും പ്രൊവൈഡ് ചെയ്തത് ഒരു കൺസൈസ് ഏരിയയിലായിരിക്കും. അതിനെയാണ് എന്ത് വിളിക്കുക? സെൻട്രലൈസ്ഡ് ഔട്ട് പേഷ്യന്റ് സർവീസസ്. നിങ്ങൾ എക്സാമ്പിൾ ഇത് പെട്ടെന്ന് പഠിക്കാനായിട്ട് എന്താ പറയാ, നിങ്ങൾ സെൻട്രലൈസ്ഡ് AC തന്നെ കേട്ടിട്ടുണ്ടോ? സെൻട്രലൈസ്ഡ് ആണെന്ന് പറയും, AC സെൻട്രലൈസ്ഡ് ആണെന്ന്. എന്താണ് ഈ സെൻട്രലൈസ്ഡ് AC എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? അതായത് ഒരൊറ്റ ഇത് എല്ലായിടത്തോട്ടും ആ ഒരു വീടിന്റെ എല്ലാ റൂമുകളിലേക്കും ഹാളിലും എല്ലായിടത്തും ഒരൊറ്റ ഇത് മതി, കോമൺ ആയിട്ടുള്ളത് ആണോ? അല്ലേ? അപ്പൊ സെയിം ഇവിടെ ഒന്ന് പറഞ്ഞു നോക്കിയേ, എല്ലാ സർവീസസും ഒറ്റ ഇതിൽ കിട്ടുന്നു. മനസ്സിലായോ? ഞാൻ ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്ത് പറഞ്ഞാൽ മനസ്സിലാവാത്തവർക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ എല്ലാ സർവീസസും ഓൾ സർവീസസും പ്രൊവൈഡ് ചെയ്തത് ഒരൊറ്റ കൺസൈസ് ഏരിയയിലാണ്. അതിനെയാണ് എന്ത് വിളിക്കുക? സെൻട്രലൈസ്ഡ് ഔട്ട് പേഷ്യന്റ് സർവീസസ്. നിങ്ങൾ മാറിപ്പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ AC യുടെ കാര്യം ഓർമ്മിപ്പിച്ചത്. അപ്പൊ നിങ്ങൾക്ക് മാറിപ്പോകില്ല. സെൻട്രലൈസ്ഡ് AC ഓർക്കുക അല്ലെ? നമ്മൾ പറഞ്ഞു എല്ലാത്തിനും ഇവിടെ ഒറ്റ AC ആണ്. അപ്പൊ എല്ലാ സർവീസസും കൂടി പ്രൊവൈഡ് ചെയ്യുന്നത് ഒറ്റ കൺസൈസ് ആയിട്ടുള്ള ഒരൊറ്റ ഏരിയയിലായിരിക്കും. ഓക്കെ, ഇനി ഡീസെൻട്രലൈസ്ഡ് നോക്കാം. നേരെ ഓപ്പോസിറ്റ് ആണ്. ഡീസെൻട്രലൈസ്ഡ് ഔട്ട് പേഷ്യന്റ് സർവീസസ്. സർവീസസ് ആർ പ്രൊവൈഡഡ് ഇൻ റെസ്പെക്റ്റീവ് ഡിപ്പാർട്ട്മെന്റ്. എല്ലാ സർവീസസും ഓരോ റെസ്പെക്റ്റീവ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റിലാണ്. നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഓരോ റൂമിൽ AC വെക്കില്ലേ? സെപ്പറേറ്റഡ് ആയിട്ട് വെക്കുന്നത്. ക്ലിയർ ആണോ രണ്ടും? സെൻട്രലൈസ്ഡ് എന്താണ്, ഡീസെൻട്രലൈസ്ഡ് എന്താണെന്ന് എല്ലാവർക്കും ക്ലിയർ ആണോ? ഇനി ആർക്കെങ്കിലും മനസ്സിലാവാത്തതുണ്ടോ? മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ AC യുടെ കാര്യം പറഞ്ഞത്. AC യുടെ കാര്യം ഓർത്താൽ മതി, തെറ്റിപ്പോകില്ല, മാറിപ്പോകും. ചില ആളുകൾക്ക് മാറിപ്പോവാൻ ചാൻസ് ഉണ്ട്. ഡീസെൻട്രലൈസ്ഡിന്റെ ഭാഗത്ത് സെൻട്രലൈസ്ഡ് കൊണ്ട് നമ്മൾ എഴുതിയിരിക്കും. സോ മാറിപ്പോകരുത് കേട്ടോ. മാറിപ്പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പ്രത്യേകം AC യുടെ കാര്യം എടുത്തു പറഞ്ഞത്. ഡീസെൻട്രലൈസ്ഡ് എന്ന് പറയുമ്പോൾ അപ്പൊ തന്നെ ആലോചിക്കാം, സെൻട്രലൈസ്ഡ് AC എന്ന് പറയുമ്പോൾ സെപ്പറേറ്റ് ആണോ? അല്ല, അല്ലെ? കോമൺ ആയിട്ടുള്ളതാണ്. എല്ലാ കാര്യങ്ങളും എല്ലാ സർവീസും പ്രൊവൈഡ് ചെയ്യുന്നത് ഒറ്റ ഒരു കൺസൈസ് ഏരിയ എന്നാണ്. ഡീസെൻട്രലൈസ്ഡ് സെപ്പറേറ്റ് റൂമുകളിലൊക്കെ ഓരോ റൂമിൽ ഓരോ AC, അങ്ങനെ ആലോചിക്കാം. ഓക്കെ, സർവീസസ് ഒക്കെ എന്താണ്? ഓരോ റെസ്പെക്റ്റീവ് ആയിട്ടുള്ള പല പല ഡിപ്പാർട്ട്മെന്റുകളിലാണ്. പഠിച്ചോ എന്ന് ചോദിക്കാം. ഇത്രയും ഞാൻ പറഞ്ഞില്ലേ, പഠിച്ചോ? സെൻട്രലൈസ്ഡും ഡീസെൻട്രലൈസ്ഡും. AC യുടെ കാര്യം ഓർത്തില്ലേ? മറന്നു പോകരുത് കേട്ടോ. മാറിപ്പോകാൻ കൺഫ്യൂഷൻ ഉണ്ടാക്കുകയും പലർക്കും മാറിപ്പോയി വെറുതെ ഒരു മാർക്ക് കളയണ്ടല്ലോ. അതിന് വേണ്ടിയിട്ടാണ് ചില കാര്യങ്ങളൊക്കെ ഞാൻ കുറച്ച് ഇങ്ങനെയൊക്കെ നമുക്ക് ടിപ്സ് ഒക്കെ പഠിക്കാം അല്ലെ? മാറിപ്പോകാൻ മറന്നുകൊണ്ടിരിക്കാനൊക്കെ ആയിട്ടെങ്കിൽ ചില ടിപ്സ് ഒക്കെ നമുക്ക് ഓർത്ത് വെക്കാം. ഓക്കെ, അത് വായിച്ചു നോക്കി. ടൈപ്സ് ഓഫ് OPD വായിക്കുന്നതിനോടൊപ്പം പഠിച്ചു പോണോ കേട്ടോ. വളരെ എളുപ്പമാണ്, നിങ്ങൾക്ക് വായിക്കുമ്പോൾ തന്നെ അത് മനസ്സിലാവും. ഇത് നമ്മളുടെ AC യുടെ കാര്യം കൂടി ഒന്ന് ആലോചിച്ചാൽ മതി. ഓക്കെ ആണോ? വായിച്ചു എല്ലാവരും? പഠിച്ചോ? ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ബേസ്ഡ് ഓൺ ടൈപ്പ് ഓഫ് പേഷ്യന്റ്. അപ്പൊ നമ്മൾ പറഞ്ഞു OPDനെ രണ്ടായിട്ട് തരംതിരിച്ചിരിക്കുകയാണ്. ഇനി നമ്മള് പേഷ്യൻസിന് പേഷ്യന്റിന് നമ്മള് 3 വിഭാഗമായിട്ട് 3 ടൈപ്പായിട്ട് തരംതിരിച്ചിരിക്കുന്നു. പേഷ്യൻസിന് നോക്കാം. ഫസ്റ്റ് വൺ പറയുന്നത് ജനറൽ ഔട്ട് പേഷ്യന്റ്, സെക്കൻഡ് എമർജൻസി ഔട്ട് പേഷ്യന്റ്, തേർഡ് വൺ റെഫേർഡ് ഔട്ട് പേഷ്യന്റ്. ഓക്കെ, ജനറൽ ഔട്ട് പേഷ്യന്റ് എന്താണെന്ന് നോക്കാം. All patients other than emergencies who report directly to OPD. എമർജൻസി കേസസ് ഒഴികെയുള്ള എല്ലാ പേഷ്യൻസിനെയാണ് ജനറൽ പേഷ്യന്റ് എന്ന് പറയുന്നത്. അവർ ഡയറക്ട്ലി OPDയിലാണ് റിപ്പോർട്ട് ചെയ്യുന്നത് ആണോ? എമർജൻസി അല്ലാത്ത കേസസുകൾ നമ്മൾ എന്ത് ചെയ്യും? ഡയറക്ട്ലി നമ്മൾ OPDയിൽ പോയിട്ടല്ലേ റിപ്പോർട്ട് ചെയ്യുന്നത്? അവിടെയാണോ? നമ്മൾ രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റിലൊക്കെ പോയി എടുക്കുന്നു. പക്ഷെ ഒരു എമർജൻസി കേസ് ആണെങ്കിൽ അവിടെ പോയി OP പോയി രജിസ്റ്റർ ചെയ്യാൻ നിൽക്കോ? നേരെ എന്ത് ചെയ്യും? കാഷ്വാലിറ്റിയിലായിരിക്കും വരുന്നത്. കാരണം അവർക്ക് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്സ് ആണ് കിട്ടേണ്ടത്. ആ സമയത്ത് പോയിട്ട് ഒരാള് എന്താ പറയാ ചീട്ട് എടുക്കാനും അങ്ങനെ നിൽക്കാറുണ്ടോ? ഇല്ല അല്ലെ? എമർജൻസി കേസസ് ആണെങ്കിൽ നമ്മൾ ഡയറക്ട്ലി അവർക്ക് ട്രീറ്റ്മെന്റ്സ് കൊടുക്കും, കാഷ്വാലിറ്റി വഴി നമ്മൾ ചെല്ലുന്നു. അപ്പോ ജനറൽ ഔട്ട് പേഷ്യന്റ് എന്ന് പറഞ്ഞാല് എമർജൻസി ഒഴികെ എമർജൻസി അല്ലാത്ത തരത്തിലുള്ള എല്ലാ പേഷ്യൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ജനറൽ ഔട്ട് പേഷ്യന്റ്, കോമൺ ആയിട്ടുള്ള ഔട്ട് പേഷ്യന്റ്. ഓക്കെ,
ക്ലിയർ ആണോ? ജനറൽ ഔട്ട് പേഷ്യന്റ് എന്താണെന്ന്? എമർജൻസി ഒഴികെയുള്ള എല്ലാ പേഷ്യൻസും. ഇനി എമർജൻസി ഔട്ട് പേഷ്യന്റ്, എ പേഴ്സൺ ഗിവൺ എമർജൻസി മെഡിക്കൽ കെയർ ഫോർ എ കണ്ടീഷൻ. ഒരു എമർജൻസി മെഡിക്കൽ കെയർ ആവശ്യമായിട്ട് വരുന്ന പേഷ്യൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? എമർജൻസി ഔട്ട് പേഷ്യന്റ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്തെങ്കിലും അപകടങ്ങളോ ഇഞ്ചുറീസ് ആക്സിഡൻസോ അങ്ങനെയുള്ള എമർജൻസി ആയിട്ട് വരുന്ന പേഷ്യൻസ് ആണ് എമർജൻസി ഔട്ട് പേഷ്യന്റ്. ഓക്കെ, മൂന്നാമതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് റെഫേർഡ് ഔട്ട് പേഷ്യന്റ്. റെഫർ ചെയ്യാമെന്ന് കേട്ടിട്ടുണ്ടോ? ആ ഒരു ടേം നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോൾ നിങ്ങൾ കേട്ട് കാണുമല്ലോ. റെഫർ ചെയ്യുക, റെഫർ ചെയ്തു, ഇന്ന ഡോക്ടർക്ക് അല്ലെങ്കിൽ വേറെ ഡോക്ടർക്ക് റെഫർ ചെയ്തു. കേട്ടിട്ടുണ്ടോ അങ്ങനെ പറഞ്ഞ്? റെഫർ ചെയ്തു എന്നൊക്കെ പറയാറില്ലേ? ആരും കേട്ടിട്ടില്ല? കേട്ടിട്ടുണ്ടല്ലോ അല്ലേ? അപ്പൊ എന്താ ഈ റെഫർ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, റെഫർ ചെയ്യുക എന്തെങ്കിലും ചോദിച്ചതാണോ? ഓക്കെ, റെഫർ ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? ട്രാൻസ്ഫർ ചെയ്യാന്നുള്ളൊരു മീനിങ് ഉണ്ട്. നോക്കാം. റെഫേർഡിന്റെ ഔട്ട് പേഷ്യന്റ് ആണ് പറയുന്നത്. റെഫേർഡ് ഔട്ട് പേഷ്യന്റ് ആരാണെന്ന്? അതായത് എ പേഷ്യന്റ് റെഫേർഡ് ടു OPD ബൈ ഹിസ് പ്രാക്ടീഷണർ ഫോർ എ സ്പെസിഫിക് ട്രീറ്റ്മെന്റ്. അതായത് എക്സാമ്പിൾ പറയാം, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകും. ഇപ്പൊ നമ്മള് ഒരു ഹോസ്പിറ്റലിൽ ഒരു പേഷ്യന്റ് ചെന്നേ റെഫർ ചെയ്യുക, നിർദ്ദേശിക്കുക. ഓക്കെ, അതായത് ഇവിടെ റെഫേർഡ് ഔട്ട് പേഷ്യന്റ് ആരാണെന്നാണ് പറയുന്നത്. നമ്മളൊരു ഫിസിഷ്യനെ കണ്ടു, ഇപ്പൊ എന്തെങ്കിലും മേ ബി അസുഖമായിട്ട് നമ്മൾ ചെന്നു ഫിസിഷ്യനെ കണ്ടു. അപ്പൊ ഫിസിഷ്യൻ എന്ത് ചെയ്തു? ടെസ്റ്റുകളൊക്കെ നടത്തി. അപ്പൊ ടെസ്റ്റ് നടത്തിയപ്പോൾ ഇപ്പൊ മേ ബി ഒരു പേഷ്യന്റിന് ഭയങ്കര എന്താ പറയാ ചില ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നു. അപ്പോ ഒന്ന് ചെക്കപ്പ് ചെയ്തു അല്ലെങ്കിൽ ടെസ്റ്റുകളൊക്കെ ചെയ്തപ്പോൾ ആ പേഷ്യന്റിന് ഷുഗറും എന്താ പ്രഷറും ഷുഗറും ഇതെല്ലാം ടെസ്റ്റ് ചെയ്തു. അപ്പോ നോക്കിയപ്പോ ഷുഗർ ഹൈ ഷുഗർ ആണെന്ന് വിചാരിക്കട്ടെ. ഓക്കെ, ഭയങ്കര എന്താ പറയാ നോർമൽ അല്ല, നോർമലിനും ഭയങ്കര ഹൈ, ഒരു 500 ഒക്കെയാണ് വന്നിരിക്കുന്നത്. എങ്കിൽ ആ ഫിസിഷ്യൻ എന്ത് ചെയ്യും? അപ്പോ അതിനുള്ള ട്രീറ്റ്മെന്റ് ആണ് പിന്നെ ആ പേഷ്യന്റിന് കിട്ടേണ്ടത് അല്ലെ? ആ ഡയബറ്റിക്കിനുള്ളൊരു സ്പെഷ്യൽ ട്രീറ്റ്മെന്റ് ആ പേഷ്യന്റിന് കിട്ടണം. അപ്പൊ ഈ ഫിസിഷ്യൻ എന്ത് ചെയ്യും? ആ ഹോസ്പിറ്റലിൽ തന്നെ ഡയബറ്റിക് സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് ഉണ്ടാകും. ആ ഡോക്ടർക്ക് ഈ രോഗിക്ക് എന്ത് ചെയ്യും? റെഫർ ചെയ്ത് കൊടുക്കും ഇല്ലേ? നമ്മൾ അങ്ങനെയല്ലേ? ഇപ്പൊ നമ്മള് ഒരു നിങ്ങളിപ്പോ ഫിസിഷ്യനാണ് കണ്ടോന്നിരിക്കട്ടെ. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഇപ്പൊ ശ്വാസം മുട്ടലോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ എക്സ്റേ എടുത്തപ്പോൾ അതിലെന്തെങ്കിലും വ്യത്യാസങ്ങളും മറ്റൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അവിടെ തന്നെ പൾമണോളജിസ്റ്റ് ഉണ്ടെങ്കിൽ ആ പൾമണോളജിസ്റ്റിനെ തന്നെ എന്ത് ചെയ്യും? ഡോക്ടർ റെഫർ ചെയ്ത് കൊടുക്കും. അതിന്റെ സ്പെഷ്യലിസ്റ്റ് ആ സ്പെഷ്യൽ ട്രീറ്റ്മെന്റ് ലഭിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു നമ്മൾ നോക്കുന്ന ഡോക്ടർ മറ്റൊരു സ്പെഷ്യൽ ട്രീറ്റ്മെന്റിനുള്ള ആ ഡോക്ടർക്ക് നമ്മൾ എന്ത് ചെയ്യും? റെഫർ ചെയ്യുന്നു. ഇപ്പൊ ഡയബറ്റിക് എക്സാമ്പിൾ ആണ് ഞാൻ പറഞ്ഞത്. ആ ഡയബറ്റിക് പേഷ്യന്റ് ആണെങ്കിൽ ഈ ഫിസിഷ്യൻ എന്ത് ചെയ്യും? ആ ഹോസ്പിറ്റലിൽ തന്നെ ഡയബറ്റിക് സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ഡോക്ടർ ഉണ്ടെങ്കിൽ ആ ഡോക്ടർക്ക് റെഫർ ചെയ്യുന്നു. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? റെഫേർഡ് ഔട്ട് പേഷ്യന്റ് എന്താണെന്ന്? ഓക്കെ, കുറച്ച് എക്സാമ്പിൾ ഒക്കെ പറയുമ്പോഴല്ലേ കുറച്ചുകൂടി കിട്ടുന്നത് ആണോ? ഓക്കെ, പറ്റുന്നപോലെ എക്സാമ്പിൾ ഒക്കെ പറയാട്ടോ ഇടയ്ക്ക്. അപ്പൊ 3 ടൈപ്പാണ് നമ്മള് ഔട്ട് പേഷ്യന്റിന് പഠിച്ചത്. എന്തൊക്കെയായിരുന്നു? ജനറൽ ഔട്ട് പേഷ്യന്റ്, എമർജൻസി ഔട്ട് പേഷ്യന്റ്, റെഫേർഡ് ഔട്ട് പേഷ്യന്റ്. ഓക്കെ, ഫസ്റ്റ് വൺ നമ്മൾ പഠിച്ചത് ജനറൽ ഔട്ട് പേഷ്യന്റ് ആണ്. ജനറൽ ഔട്ട് പേഷ്യന്റ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? എമർജൻസി ഒഴികെയുള്ള എല്ലാ പേഷ്യൻസുകളും. ഇനി എമർജൻസി ഔട്ട് പേഷ്യന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എമർജൻസി കെയർ ആവശ്യമായിട്ടുള്ള പേഷ്യൻസ്. റെഫേർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രാക്ടീഷണർ സ്പെസിഫിക് ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് പേഷ്യന്റിനെ മറ്റൊരു ഡോക്ടർക്ക് എന്ത് ചെയ്യുന്നത്? റെഫർ ചെയ്യുന്നത്. ഓക്കെ ആണോ? 3 ടൈപ്പ് പേഷ്യൻസ് പഠിച്ചോ? ഓക്കെ, ഇനി ഒന്ന് വായിച്ചു നോക്കിയേ. വായിച്ചു നോക്കുക കേട്ടോ. വായിക്കുമ്പോ പഠിച്ചും കൂടി പോണേ. ഓക്കെ ആണോ? 3 ടൈപ്പ് പേഷ്യന്റ് പഠിച്ചുള്ളവരും ഇനി ആർക്കെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? അതില് മനസ്സിലാവാത്തതുണ്ടോ?
ഇല്ല ഓക്കെയാണ് എല്ലാവർക്കും ഓക്കെ. Then next one പറയുന്നത് മാനേജീരിയൽ കൺസിഡറേഷൻസ്. അതായത് ഒരു ഒ പി ഡിയിൽ നൽകേണ്ട പരിഗണനകൾ എന്തൊക്കെയാണെന്ന്. ഓക്കെ, വരുന്ന പേഷ്യൻസിന് നമ്മുടെ ഒ പി ഡിയിൽ നൽകുന്ന പരിഗണനകൾ. ഫസ്റ്റ് വൺ ജസ്റ്റ് പോയിന്റുകളാണ്, പോയിന്റുകൾ ഒന്ന് ഓർത്ത് വെക്കാം. പബ്ലിക് റിലേഷൻ, നല്ലൊരു പബ്ലിക് റിലേഷൻ ആയിരിക്കണം. ഈ വരുന്ന പേഷ്യൻസിനോട് സ്റ്റാഫുകളും മറ്റും നല്ല രീതിയിൽ ഒരു പെരുമാറ്റം കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കണം. വാർത്ത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഊഷ്മളത, നല്ലൊരു പോസിറ്റീവ് ആയിട്ടൊക്കെ സംസാരിക്കുക അല്ലെ. റെസ്പെക്ട് ഉണ്ടായിരിക്കണം പരസ്പരം. മിനിമം വെയിറ്റിംഗ് അല്ലെ, നമ്മൾ ഏറ്റവും കൂടുതൽ പേഷ്യന്റ് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് മിനിമം വെയിറ്റിംഗ്. ആണോ? ഒരു ഹോസ്പിറ്റലിൽ നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ ഡോക്ടറെ കാണാനായിട്ട് ഒരുപാട് നേരം നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കണം അല്ലെ. അത് കഴിഞ്ഞ് ടെസ്റ്റിന് പോയിട്ടുണ്ടെങ്കിൽ അവിടെ വെയിറ്റിംഗ്, റിസൾട്ടിന് വെയിറ്റ് ചെയ്ത് നിൽക്കണം. പിന്നെന്താണ്, ഫാർമസിയിൽ പോയി മെഡിസിൻ വാങ്ങിക്കണമെങ്കിൽ അവിടെ വെയിറ്റിംഗ്, ബില്ല് സെറ്റിൽ ആക്കണമെങ്കിൽ അവിടെ വെയിറ്റിംഗ് അല്ലേ. അങ്ങനെ ഒത്തിരി വെയിറ്റിംഗ് ടൈമുകൾ നമ്മൾ ഹോസ്പിറ്റലിൽ ചിലവഴിക്കുന്നുണ്ട്. ഉണ്ടോ? ഈ പ്രധാനമായിട്ടും ഒരു പേഷ്യന്റുകൾ നേരിടുന്ന മെയിൻ പ്രശ്നമല്ലേ വെയിറ്റ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. സോ മിനിമം വെയിറ്റിംഗ് കുറയ്ക്കാൻ, അതായത് മാക്സിമം സ്റ്റാഫുകളൊക്കെ വെച്ച് പേഷ്യൻസിന് അധികം വെയിറ്റ് ചെയ്യിക്കാതെ ബുദ്ധിമുട്ടിക്കാത്ത രീതിയിലാക്കുകയാണ്. ടോക്കണൊക്കെ കൊടുക്കുക അല്ലെ. Then cleanliness, നല്ലൊരു വൃത്തിയായിട്ടുള്ള ഒരു പരിസരം ആയിരിക്കുക. ഗുഡ് ആംബിയൻസ് അല്ലെ, നല്ലൊരു അന്തരീക്ഷമായിരിക്കണം. ക്യാൻറ്റീൻ, അത്യാവശ്യം ക്യാൻറ്റീൻ ഫെസിലിറ്റികളൊക്കെ കൊണ്ടുവരിക. പേഷ്യന്റ് ഹിയറിംഗ് എന്ന് വെച്ചാൽ എന്താണ്? രോഗിയെ കേൾക്കുക അല്ലെ. രോഗിയുടെ പ്രശ്നങ്ങള്, രോഗിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടോ, അവരുടെ ആവശ്യങ്ങൾ എന്താണോ അത് കേൾക്കുക. വെന്റിലേഷൻ, അത്യാവശ്യം വായു സഞ്ചാരോ വെന്റിലേഷനൊക്കെ ഉള്ള റൂംസുകളൊക്കെ ആയിരിക്കണം. വാട്ടർ സപ്ലൈ അല്ലെ, കുടിവെള്ളവും അങ്ങനെ വെള്ളമൊക്കെ ആവശ്യത്തിന് വേണം. ഒ പി ഡി ടൈമിങ്സ്, ഒ പി ഡി സമയങ്ങള്, അതായത് കൃത്യസമയങ്ങൾ വേണം. ഇപ്പൊ ചില ഹോസ്പിറ്റലിലൊക്കെ സ്റ്റാഫുകളൊന്നും ഇല്ലെങ്കിൽ ഒ പി ഡിയിൽ ചിലപ്പോൾ സ്റ്റാഫൊന്നും ഉണ്ടാവില്ല. അപ്പൊ കൃത്യമായിട്ടുള്ള ഒരു ടൈമിംഗ് കറക്റ്റ് അറേഞ്ച് ചെയ്ത് വെക്കും. ഇത്രയുമാണ് ഹോസ്പിറ്റലിലെ മാനേജീരിയൽ കൺസിഡറേഷനിൽ പറയുന്നത് പരിഗണനകൾ. ഇതൊക്കെയാണ് ഒരു പ്രാവശ്യം വായിക്കാൻ പോയിന്റ്സുകളെ. പബ്ലിക് റിലേഷൻ, respect, minimum waiting, cleanliness, good ambience, canteen, patient hearing, ventilation, water supply, OPD timings. Okay, clear ആണല്ലോ? ഇത് റിപ്പീറ്റ്. വാമത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ ഒരു ഊഷ്മളത എന്നൊക്കെ പറയില്ലേ, ഊഷ്മളത കേട്ടിട്ടുണ്ടോ? അതായത് ഒരു നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാന്ന്, നന്നായിട്ട് പെരുമാറുക, ഫ്രണ്ട്ലി അപ്രോച്ചൊക്കെ ആയിട്ട് ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഇതില് കൈകാര്യം ചെയ്യുക. ഭയങ്കര റൂഡായിട്ടൊന്നും അല്ലാതെ നല്ലൊരു ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആയിരിക്കാം. ഓക്കെ, ഒരു പോസിറ്റീവ് മൈൻഡോട് കൂടി ഒരു പുഞ്ചിരിച്ചിട്ടുള്ള ഒരു, അങ്ങനെ നമ്മൾ പറയാറില്ലേ, നമ്മളെ ഒരു പേഷ്യന്റിനെ അല്ലെങ്കിൽ വളരെ ദേഷ്യപ്പെട്ടുകൊണ്ട് അങ്ങനെയല്ല, ഒരു കുറച്ചും കൂടി ഫ്രണ്ട്ലി മൈൻഡിൽ ആയിരിക്കണം. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് പറയുന്നത് ഒരു ഫ്ലോ ചാർട്ട് ആണ്. ഒ പി ഡി പ്രോസസ്സിന്റെ ഒരു ഫ്ലോ ചാർട്ട് ആണ്. ഓൾറെഡി നമ്മൾ പഠിച്ചു, ഫസ്റ്റ് സെക്ഷനിൽ ഒരു ഫ്ലോ ചാർട്ട് പഠിച്ചത് ഓർമ്മയുണ്ടോ? സെയിം ആ ഒരു ഫ്ലോ ചാർട്ട് ഒക്കെ തന്നെയാണ്. ഇവിടെ കുറച്ചും കൂടി മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുള്ളൂ. നോക്കാം. ഒ പി ഡി പ്രോസസ്സില് ഇത് ഈ ഫ്ലോ ചാർട്ട് നമുക്ക് ഇന്ന് തന്നെ നിങ്ങൾ പഠിക്കണം. എനിക്ക് എളുപ്പമാണ് കേട്ടോ. ഒരു കഥ പോലെ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോയ കാര്യം പെട്ടെന്ന് ആലോചിക്കാട്ടെ എല്ലാവരും. നമ്മൾ ഒരു പ്രാവശ്യമെങ്കിലും ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടാവുമല്ലോ. പോയിട്ടില്ലാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല അല്ലെ. ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്ന് നമ്മുടെ പാർട്ട് ഓഫ് ലൈഫിൽ, നമ്മുടെ ലൈഫിന്റെ ഒരു ഭാഗമാണ് അല്ലെ. ലൈഫിന്റെ ഒരു ഭാഗമാണ് ഇന്ന്. സോ ഒ പി ഡിയിലേക്ക് നമ്മൾ പോവുകയാണ് കേട്ടോ. എങ്ങനെയാണ് അപ്പൊ ഒ പി ഡി പ്രോസസ് നോക്കുന്നതിനെ നമ്മൾ ആശുപത്രിയിൽ പോകുന്ന കാര്യങ്ങളൊക്കെ ആലോചിക്കാം. നമ്മൾ എന്ത് ചെയ്തു? അറൈവിംഗ് അറ്റ് ഒ പി ഡിയിലോട്ട് എത്തി. ദെൻ റിസപ്ഷനിലേക്ക് ചെന്നു, രജിസ്ട്രേഷൻ ചെയ്തു. നമുക്ക് അവിടെ നിന്ന് എന്ത് ചെയ്തു? ഇഷ്യൂ ടോക്കൺ നമ്പർ തന്നു. നമ്മൾ ആ ടോക്കൺ കയ്യിൽ പിടിച്ച് ഡോക്ടറുടെ റൂമില് പുറത്തായിട്ട് എന്ത് ചെയ്യുന്നു? വെയിറ്റ് ചെയ്തിരിക്കുകയാണ്, വെയിറ്റിംഗ് റൂം. ഓക്കെ, ദെൻ നമ്മൾ എന്ത് ചെയ്തു? കൺസൾട്ടേഷൻ വിത്ത് ഡോക്ടറെ കയറി കണ്ടു. കണ്ടതിന് ശേഷം നേരെ ഇപ്പുറത്തോട്ട് പോട്ടെ കേട്ടോ. ഇൻവെസ്റ്റിഗേഷൻ, അതായത് ടെസ്റ്റുകളൊക്കെ, എന്തെങ്കിലും ടെസ്റ്റുകൾ ഡോക്ടർ പറഞ്ഞു ഒന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്യൂ, അല്ലെങ്കിൽ ഒന്ന് ഷുഗർ ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് വരൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഇൻവെസ്റ്റിഗേഷന് പോയി. ദെൻ വീണ്ടും കണ്ടോ, ആരോ ഇങ്ങോട്ട് ടെക്നോളോ അതായത് ടെസ്റ്റുകളുടെ റിസൾട്ട് നമ്മൾ ഡോക്ടറെ കാണിക്കുകയാണ് അല്ലെ. നമ്മൾ വീണ്ടും റിസൾട്ട് ആയിട്ട് ഒന്നും കൂടി ഡോക്ടറെ കാണാൻ വരാറില്ലേ?
ഒരു പ്രാവശ്യം കണ്ടു, ഞാൻ ചെക്ക് ചെയ്തിട്ട് വരാൻ പറഞ്ഞിട്ട് നമ്മൾ ആ റിസൾട്ട് ആയിട്ട് വീണ്ടും ഡോക്ടറിന്റെ അടുത്ത് വരും. സോ ഇൻവെസ്റ്റിഗേഷന് പോയി വീണ്ടും നമ്മൾ ഡോക്ടറിന്റെ അടുത്ത് വന്നു. ഡോക്ടർ എന്ത് ചെയ്തു? മെഡിസിൻസ് ഒക്കെ തന്നു. ഇനി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മേ ബി നമുക്ക് എന്തെങ്കിലും, ഇപ്പോ നമ്മൾ എക്സാമ്പിൾ നേരത്തെ പറഞ്ഞല്ലോ ഡയബറ്റിക്സോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ, ഷുഗർ കൂടുതലാണെങ്കിൽ അതിന്റെ സ്പെഷ്യലിസ്റ്റ് ഡോക്ടറെ കാണാനായിട്ട് പറയും കേട്ടോ. റഫറൽ സ്പെഷ്യൽ മേ ബി ആവശ്യമെങ്കിലാണേ, ഇപ്പൊ നമ്മൾ അങ്ങനെ എന്തെങ്കിലും കൂടുതലായിട്ടൊക്കെ ഉണ്ടെങ്കിൽ അതിന്റെ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരെ കാണുന്നു. ദെൻ മെഡിക്കൽ ചിട്ട് കൊടുക്കുന്നു. അതായത് നമ്മൾ ഡോക്ടറിന്റെ മെഡിക്കൽ പ്രിസ്ക്രിപ്ഷൻസ് മെഡിസിൻസ് ഒക്കെ എഴുതി കൊടുക്കുന്നു. ദെൻ നമ്മൾ എന്ത് ചെയ്യും? നേരെ ഫാർമസിയിലേക്ക് പോകുന്നു. അറൈവിംഗ് അറ്റ് ഫാർമസി. ഫാർമസിയിലും ചെന്നിട്ട് ചിലപ്പോൾ ടോക്കൺ നമ്പർ എടുക്കേണ്ടതായിട്ട് വരും. ടോക്കൺ നമ്പർ എടുത്തു, വെയിറ്റ് ചെയ്തിരുന്നു. നമ്മളുടെ ടോക്കൺ വിളിച്ചു, മെഡിസിൻസ് കളക്ട് ചെയ്തു, നമ്മൾ ഡിപ്പാർച്ചർ ചെയ്തു, എക്സിറ്റ് ചെയ്തു. ഇതാണ് ഒരു OPD പ്രോസസ്സിന്റെ ഫ്ലോ ചാർട്ട് എന്ന് പറയുന്നത്. നമ്മൾ കോമൺ ആയിട്ട് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ചെയ്യുന്ന ഒരു പ്രോസസ് ആണോ? ഇങ്ങനെയല്ലേ നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ സാധാരണയായിട്ട് ചെയ്യുന്നത് ആണോ? യെസ്. ഇനി എന്തെങ്കിലും മനസ്സിലാവാത്തതുണ്ടോ? ഇത്രയും സിമ്പിൾ ആയിട്ടാണ് നമ്മൾ പറഞ്ഞു പോയത്. ഓക്കെയാണോ? ഒന്ന് വായിച്ചു നോക്കി OPD പ്രോസസ്. എവിടെയെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. അത് വായിക്കുമ്പോൾ തന്നെ ഒരു പഠിച്ച് നമ്മൾ പോകുക. നമ്മൾ മനസ്സിൽ വിചാരിക്കാം OPDയിൽ പോയി, റിസപ്ഷനിൽ പോയി, രജിസ്ട്രേഷൻ ചെയ്തു, ടോക്കൺ നമ്പർ കിട്ടി എന്നോട് പറയാം കേട്ടോ. അർച്ചന ക്ലിയർ ആയില്ല. ഓക്കെ, അർച്ചന നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പോഴുള്ള കാര്യം ഒന്ന് മനസ്സിലൊന്ന് ആലോചിക്കണേ. അപ്പൊ ഡിപ്പാർച്ചർ എന്ന് വെച്ചാൽ എക്സിറ്റ് ചെയ്തു. നമ്മൾ പോയി മെഡിസിൻ വാങ്ങിച്ചു, നമ്മൾ എക്സിറ്റ് ചെയ്തു. ഓക്കെ, നോക്കാം, ശ്രദ്ധിക്കാം. ഇനി ആർക്കെങ്കിലും മനസ്സിലാവാത്തതുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കാം. നമ്മൾ OPDയിലോട്ട് ആദ്യം ചെന്നു. അറൈവിംഗ് അറ്റ് OPD. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഫസ്റ്റ്ലി റിസപ്ഷനിൽ പോയി. നമ്മൾ ഏത് ഡോക്ടറെയാണ് കാണേണ്ടത്, ചിലപ്പോൾ ആ ഡോക്ടർ ഉണ്ടോ എന്നൊക്കെ ചോദിക്കും. അങ്ങനെ നമ്മൾ രജിസ്ട്രേഷനിൽ ചെന്നു, രജിസ്ട്രേഷൻ ചെയ്തു. അപ്പൊ നമുക്ക് അവിടെ നിന്ന് ഒരു ടോക്കൺ നമ്പർ തന്നു. ദെൻ നമ്മൾ വെയിറ്റിംഗ് റൂമിൽ ഇരിക്കുകയാണ്. നമ്മളുടെ ടോക്കൺ വിളിക്കാൻ, നമുക്ക് നമ്പർ വിളിക്കാൻ വേണ്ടി ഡോക്ടറിന്റെ പുറത്ത് വെയിറ്റിംഗ് റൂമിൽ കാത്തിരുന്നു. കൺസൾട്ടേഷൻ വിത്ത് ഡോക്ടറിനെ നമ്മൾ കണ്ടു, കൺസൾട്ട് ചെയ്തു. അപ്പൊ ഡോക്ടർ നമ്മളോട് പറഞ്ഞു എന്തെങ്കിലും ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഒന്ന് ഷുഗർ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. നമ്മൾ എന്ത് ചെയ്തു? നേരെ ഇൻവെസ്റ്റിഗേഷൻ കണ്ടോ, ലബോറട്ടറിയിലേക്ക് പോയി. ഇൻവെസ്റ്റിഗേഷന് വേണ്ടിയിട്ട് നമ്മൾ ലബോറട്ടറിയിൽ ചെന്നു. ദെൻ വീണ്ടും നമ്മൾ അതിന്റെ റിസൾട്ട് ആയിട്ട് ഡോക്ടറെ കാണുന്നു. റിസൾട്ട് കൊണ്ട് കാണിക്കില്ല, നമ്മള് ഡോക്ടറെ കാണിക്കുന്നു. ദെൻ റഫറൽ സ്പെഷ്യൽ എഴുതിയിരിക്കുന്നത് കണ്ടോ. അതായത് ഇപ്പോ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞു ഷുഗർ ലെവൽ ഭയങ്കര കൂടുതലായിട്ടുള്ള ഒരു പേഷ്യൻസ് ആണെങ്കിൽ നമ്മൾ ഡയബറ്റിക് ഡോക്ടറെ സ്പെഷ്യലിസ്റ്റിന് കാണണം. റഫറൽ സ്പെഷ്യലിന് നമ്മൾ കാണാൻ പോകുന്നു. ദെൻ അറൈവിംഗ് അറ്റ് നമ്മൾ എന്ത് ചെയ്തു? മെഡിസിൻസ് തന്നു, ഫാർമസിയിലേക്ക് പോയി, ടോക്കൺ നമ്പർ, വെയിറ്റിംഗ്, നമ്മൾ മെഡിസിൻ കളക്ട് ചെയ്തു, ദെൻ എക്സിറ്റ് ചെയ്തു. ഓക്കെ, ഫ്ലോ ചാർട്ട് മാറില്ലെന്ന് ഉദ്ദേശിച്ചത് എന്താണ്? വേറെ ഏതെങ്കിലും പ്രോസസ്സ് വരുമ്പോൾ നമ്മൾ പോകുന്നതാണോ? അങ്ങനെയാണ് ഉദ്ദേശിച്ചത്. അച്ഛനക്ക് ക്ലിയർ ആയോ? ഓക്കെ, ക്ലിയർ ആയി. ഓക്കെ ഓക്കെ, ഇത് ഏകദേശമുള്ള ഒരു OPDയിൽ വരുന്ന ഓക്കെ ഓക്കെ. അപ്പൊ മേ ബി ചേഞ്ചസ് വന്നേക്കാം. അപ്പൊ ഏകദേശം നമുക്കൊരു കോമൺ ആയിട്ട് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു മീൻസ് അതിന്റെ ഒരു മാതൃകയാണ് തന്നിരിക്കുന്നത്. അവിടെ മാറ്റങ്ങൾ വരാം. ചിലപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ കഴിഞ്ഞു, ചിലപ്പോൾ ഡോക്ടർ സർജറി വേണമെന്ന് പറഞ്ഞു, അപ്പൊ സർജറിക്ക് പോകാം അല്ലേ, അല്ലെങ്കിൽ സ്കാൻ വേണം, അപ്പൊ സ്കാനിങ്ങിന് പോകാം. അപ്പൊ ടോട്ടൽ ആയിട്ടാണ് ആ ഇൻവെസ്റ്റിഗേഷൻ കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. ക്ലിയർ ആയോ? ചേഞ്ചസുകൾ വന്നേക്കാം. ക്ലിയർ ആയില്ലേ? നമുക്ക് പഠിക്കാനായിട്ട് ജസ്റ്റ് ഒരു മോഡൽ പോലെ തന്നു മാത്രം. ഓക്കെ, ഇനി ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടോ? ക്ലിയർ ആവാത്തതുണ്ടോ? ഇനി എല്ലാവർക്കും നോക്കിയാണോ OPD പ്രോസസ്സ്? പഠിച്ചു എല്ലാവരും? പഠിക്കാനൊന്നും ചെയ്യാൻ വളരെ എളുപ്പമല്ലേ ഇത്? ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ പറയുന്നത് മാനേജ്മെന്റ് സ്ട്രക്ചർ ആണ്. അതായത് ഒരു OPDയുടെ മാനേജ്മെന്റിന്റെ സ്ട്രക്ചർ ആണ് പറയുന്നത്. Flow of patients should be smooth, easy and quick. Flow of patient should be smooth, easy and quick. അതായത് രോഗിയുടെ ഒഴുക്ക്, ഫ്ലോ എന്ന് പറയുന്നത് എന്താണ്? രോഗിയുടെ ഒഴുക്ക് സ്മൂത്ത് ആയിരിക്കണം, ഈസി ആയിരിക്കണം, വേഗത്തിലായിരിക്കണം. അതായത് നമ്മൾക്ക് അറിയാം ചില ദിവസങ്ങളിൽ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ഭയങ്കര തിരക്കായിരിക്കും ഇല്ലേ?
അതേ ദിവസം ചില ദിവസങ്ങളിൽ ഒട്ടും തിരക്കുണ്ടാവില്ല. പേഷ്യൻസ് ചില ദിവസം ഭയങ്കര കൂടുതലായിരിക്കും, ചിലപ്പോ സ്പെഷ്യലൈസ്ഡ് ഡോക്ടറൊക്കെ ഉള്ള ദിവസമായിരിക്കാം അല്ലേ. അപ്പൊ അങ്ങനെയുള്ള ടൈമുകളിൽ ആ പേഷ്യൻസിന്റെ ഫ്ലോ, അതായത് ആ പേഷ്യൻസിന്റെ തിരക്ക് മാക്സിമം അതിന് കൺട്രോൾ ഒക്കെ ചെയ്യണം, മെയിൻറ്റെയിൻ ചെയ്യണമെന്ന്. തിരക്കൊന്നും വരാത്ത രീതിയിൽ സ്മൂത്ത് ആയിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക, എളുപ്പത്തിൽ അവർക്ക് സേവനങ്ങൾ ലഭ്യമാക്കി കൊടുക്കുക, ഒരുപാട് പ്രശ്നങ്ങളൊന്നും വരാതെ. തിരക്കൊക്കെ കൂടുമ്പോഴാണ് ആളുകള് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും ഇല്ലേ. അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും വരാതെ ക്വിക്കായിട്ട് വളരെ വേഗത്തിൽ സ്മൂത്ത് ആയിട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം. തിരക്കൊക്കെ വരുമ്പോൾ പേഷ്യൻസിന് തിരക്ക് കൂടുന്ന ടൈമില്ല. ഇനി രണ്ടാമതായിട്ട് പറയുന്നത് പ്രൊവിഷൻ ഓഫ് സഫിഷ്യന്റ് നമ്പർ ഓഫ് സ്റ്റാഫ്. ആവശ്യത്തിന് പേഷ്യൻസിന്റെ എണ്ണത്തിനനുസരിച്ചിട്ടുള്ള സ്റ്റാഫുകൾ ആ ഹോസ്പിറ്റലിൽ നിയമിക്കണം. നമ്മൾ പലപ്പോഴും ഹോസ്പിറ്റലിൽ പോകുമ്പോൾ കാണുന്ന ഒരു സംഭവമാണ് അല്ലെ. ഇപ്പൊ നമ്മള് ഹോസ്പിറ്റലിൽ ചെന്നു, നമ്മൾ റിസപ്ഷനിൽ ചെന്നു, അല്ലെങ്കിൽ എന്താ രജിസ്ട്രേഷനിൽ ചെന്നിട്ട് ചീട്ട് എടുക്കാനായിട്ട് നിൽക്കും. ചിലപ്പോൾ 2-3 കമ്പ്യൂട്ടർ സിസ്റ്റം ഉണ്ടാകും, പക്ഷെ അവിടെ സ്റ്റാഫ് ഒന്നും ഉണ്ടാവില്ല. ഒരു സ്റ്റാഫ് ഉണ്ടാകും, ഒരു 3-4 ക്യൂ ആയിട്ട് ആളുകൾ നിൽക്കുന്നുണ്ടാകും ഇല്ലേ. ഉണ്ടോ? ഇതൊക്കെ സർവ്വസാധാരണമായിട്ട് നമ്മൾ ചെല്ലുമ്പോൾ കാണുന്ന കാര്യങ്ങളാണ് ഇല്ലേ. ഒരു സ്റ്റാഫ് ഉണ്ടാവും. അതുപോലെ ഇപ്പൊ നമ്മൾ ലബോറട്ടറി ചെന്നു, ചിലപ്പോൾ ഒരു സ്റ്റാഫ് ഉണ്ടാകും. ഫാർമസിയിലാണ് കൂടുതൽ കാണുന്നത് അല്ലെ. ഫാർമസി പോയിട്ട് ഇരുന്ന് ചിലപ്പോൾ രോഗിക്ക് മതിയാകും. രോഗിക്ക് ചിലപ്പോൾ എങ്ങനെയെങ്കിലും ഒരു വീട്ടിൽ പോയിട്ട് കിടക്കാവുന്ന ഒരു സാഹചര്യത്തിൽ നിൽക്കുന്ന രോഗിയായിരിക്കാം അല്ലെ. അപ്പൊ അത്തരം സിറ്റുവേഷനിലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് അല്ലെ. അപ്പൊ ആവശ്യത്തിന് സഫീഷ്യന്റ് ആയിട്ടുള്ള ആവശ്യത്തിന് എന്ത് ചെയ്യുക, റിസൾട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുക. ഓക്കെ അല്ലേ. അപ്പോ ആവശ്യത്തിന് സഫീഷ്യന്റ് ആയിട്ടുള്ള സ്റ്റാഫുകളെ നിയമിക്കുക. ദെൻ പാർക്കിങ്ങിന് സൗകര്യങ്ങളൊക്കെ ഹോസ്പിറ്റലിൽ ഉണ്ടായിരിക്കണം. ഓക്കെ. അപ്പൊ 3 കാര്യങ്ങളാണ് മാനേജ്മെന്റിന്റെ സ്ട്രക്ചറിൽ വരുന്നത്. ഫസ്റ്റ് വൺ പറഞ്ഞത് ഫ്ലോ ഓഫ് പേഷ്യൻസ് ഷുഡ് ബി സ്മൂത്ത്, ഈസി ആൻഡ് ക്വിക്ക്. രണ്ടാമതായിട്ട് പറഞ്ഞത് പ്രൊവിഷൻ ഓഫ് സഫീഷ്യന്റ് നമ്പർ ഓഫ് സ്റ്റാഫ്. ആവശ്യത്തിലധികം സ്റ്റാഫുകൾ വേണം. ദെൻ പാർക്കിംഗ് സൗകര്യങ്ങളും ഉണ്ടായിരിക്കണം. ക്ലിയർ ആണോ 3 പോയിന്റ്സ്? ഓക്കെ. Then next വരുന്നത് ഓർഗനൈസേഷണൽ കോമ്പോണൻസ് ഓഫ് OPD. OPD-യുടെ ഓർഗനൈസേഷണൽ സംഘടനാപരമായിട്ടുള്ള ഘടനകൾ ഏതൊക്കെയാണെന്ന്. അപ്പോ മെയിൻ ആയിട്ട് 4 ഘടകങ്ങളാണ്, കോമ്പോണൻസ് ആണ് OPD-യിലുള്ളത്. അതൊക്കെയാണ് മെഡിക്കൽ സ്റ്റാഫ്, നഴ്സിംഗ് സ്റ്റാഫ്, സബ്സർവിയന്റ് സ്റ്റാഫ്, ദെൻ ക്ലറിക്കൽ സ്റ്റാഫ്. പേരുകളൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാം കേട്ടോ. മെഡിക്കൽ സ്റ്റാഫ് ഒരു OPD-യിലുള്ള മെയിൻ കോമ്പോണൻസ്, OPD-യിലെ മെയിൻ ഘടകങ്ങൾ, മെയിൻ വ്യക്തികൾ എന്ന് വേണമെങ്കിൽ പറയാം. മെഡിക്കൽ സ്റ്റാഫ്, നഴ്സിംഗ് സ്റ്റാഫ്, സബ്സർവിയന്റ് സ്റ്റാഫ്, ദെൻ ക്ലറിക്കൽ സ്റ്റാഫ്. ഫസ്റ്റ് വൺ മെഡിക്കൽ സ്റ്റാഫ്, സെൻട്രൽ ടു ഓർഗനൈസേഷൻ അല്ലേ. ആ ഒരു ഓർഗനൈസേഷന്റെ സെന്റർ എന്ന് പറയുന്നത് ആരാണ്? മെഡിക്കൽ സ്റ്റാഫ് ആണ്. നഴ്സിംഗ് സ്റ്റാഫുകളിൽ നഴ്സസ് ഉണ്ടാവും, ANMs ഉണ്ടാവും. ANM എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ ഫുൾ ഫോം അറിയാമോ? ANM ഓക്സിലറി നേഴ്സ് ആൻഡ് മിഡ്വൈഫ്. എഴുതി വെക്കുക കേട്ടോ. ഓക്സിലറി നേഴ്സ് ആൻഡ് മിഡ്വൈഫ്. സ്പെല്ലിംഗ് വേണോ? ടൈപ്പ് ചെയ്യണോ? Auxiliary nurse and midwife. Okay, എഴുതി വെക്കാം കേട്ടോ. എക്സാമിന് ചോദിക്കാറുണ്ട്. ഓക്സിലറി നഴ്സ് ആൻഡ് മിഡ്വൈഫ്, ANM സ്റ്റാഫുകൾ എന്നൊക്കെ പറയില്ലേ. ANM എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെഡിക്കൽ മേഖലയിൽ എന്താണ്, മെഡിക്കൽ മേഖലയിൽ അറിവുള്ളവര്, അതായത് ഡിപ്ലോമ കോഴ്സ് ഒക്കെ ചെയ്തവരില്ലേ. അതായത് നഴ്സിംഗ് അല്ലാതെ തന്നെ അതിനുള്ള ഡിപ്ലോമ കോഴ്സുകൾ ചെയ്തിട്ടുള്ളവര്. അപ്പൊ അവർക്ക് അത്യാവശ്യം എന്താണ് ഹെൽത്ത് കെയറിനെ കുറിച്ചും ഹെൽത്ത് സർവീസസിനെ കുറിച്ചൊക്കെ നഴ്സിംഗ് അസിസ്റ്റന്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം.
OP-യിലൊക്കെ നിൽക്കാറില്ലേ നഴ്സിംഗ് അസിസ്റ്റന്റ്, ഡോക്ടേഴ്സിന്റെ ഒക്കെ റൂമിലൊക്കെ നിൽക്കുന്നത് അസിസ്റ്റന്റ്, OP അസിസ്റ്റന്റ് എന്നൊക്കെ പറയും. ഓക്കെ, നമ്മൾ സ്പെല്ലിംഗ് എഴുതിയില്ലേ, ഞാൻ ടൈപ്പ് ചെയ്തല്ലോ, കമന്റ് ചെയ്തത് ടൈപ്പ് ചെയ്തത് കണ്ടായിരുന്നോ? ഓക്സിലറി നഴ്സ് ആൻഡ് മിഡ്വൈഫ്. Okay. Then subservient staff. Subservient എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മീനിങ് എന്താ? അധീനമായ, അതായത് ഏതെങ്കിലും ഒന്നിലുള്ളത്. അതായത് ഇപ്പൊ റേഡിയോളജി എക്സാമ്പിൾ നോക്കി, റേഡിയോളജി ലബോറട്ടറി ആൻഡ് ECG. റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ നിൽക്കുന്ന ഒരു സ്റ്റാഫ്, ഒരു സ്ഥിരമായിട്ടൊരു സ്റ്റാഫ് ഉണ്ടാവും. ഈ റേഡിയോളജി നിൽക്കുന്ന സ്റ്റാഫിന് പോയിട്ട് ലബോറട്ടറിയിൽ നിൽക്കാൻ പറ്റുമോ? അവർക്ക് അതിലായിരിക്കും അവരുടെ സ്കിൽസും അവർ പഠിച്ചിട്ടുള്ളതും എക്സ്പീരിയൻസും ഇല്ലേ? അപ്പോ അതുപോലെ ലബോറട്ടറിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് ഫാർമസിയിൽ പോയി നിൽക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഏതെങ്കിലും ഒന്നില്ല അധീനതയുള്ളത്, അതായത് സബ്സിഡിയറി എന്ന് വെച്ചാൽ അധീനത, ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റിൽ അതില് എന്താ നോളജ് ഉള്ളത്, എക്സ്പീരിയൻസ് ഉള്ളത്. ഫോർ എക്സാമ്പിൾ ആണ് പറഞ്ഞത് റേഡിയോളജി ലബോറട്ടറി ECG. അവിടേക്ക് ഓരോ സെക്ഷനിലും ഓരോ സ്റ്റാഫുകളായിരിക്കും. അവര് അങ്ങോട്ടും ഇങ്ങോട്ടും വേറെ ഡിപ്പാർട്ട്മെന്റിലോട്ട് പോകാറുണ്ടോ? ഉണ്ടോ? നമ്മൾ ചെല്ലുമ്പോളെ കണ്ടിട്ടില്ലേ നിങ്ങള്, ലബോറട്ടറിയിൽ കുറച്ച് സ്റ്റാഫുകൾ ഉണ്ടാകും ഇല്ലേ? അവര് വേറെ ഡിപ്പാർട്ട്മെന്റ്സിലൊന്നും പോകാറില്ല, അവര് അതിൻ്റെ ഉള്ളിലായിരിക്കും. കാരണം അവര് പഠിച്ചതും എല്ലാം എന്താണ്, ആ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. ഓക്കെ, ECG ഫുൾ ഫോം അറിയാലോ? എന്താ ECG ഫുൾ ഫോം? ഇലക്ട്രോകാർഡിയോഗ്രാം അല്ലേ? Then last one, clerical staff. Clerical staff എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഈ റെക്കോർഡ്സും അതുപോലെ തന്നെ മീറ്റിംഗ് ഒക്കെ ഷെഡ്യൂൾ ചെയ്യുക, റെക്കോർഡ്സ് ഒക്കെ എഴുതുക, ഡോക്യുമെന്റ്സും കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുന്ന സ്റ്റാഫുകൾ. അപ്പോ ഓർഗനൈസേഷണൽ OPD-യിലെ ഓർഗനൈസേഷണൽ കോമ്പോണൻസ് ആണ് നമ്മൾ പറഞ്ഞത്. മെയിൻ ആയിട്ട് 4 കോമ്പോണൻസ് ആണുള്ളത്. മെഡിക്കൽ സ്റ്റാഫ്, നഴ്സിംഗ് സ്റ്റാഫ്, സബ്സെർവിയൻ സ്റ്റാഫ്, ദെൻ ക്ലറിക്കൽ സ്റ്റാഫ് അല്ലെ? മെഡിക്കൽ സ്റ്റാഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓർഗനൈസേഷന്റെ സെന്റർ ആണ്. നഴ്സിംഗ് സ്റ്റാഫില് നഴ്സസ് വരും, ANM വരുന്നു. സബ്സെർവിയന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റേഡിയോളജി ലബോറട്ടറി ECG-യിലൊക്കെ വരുന്നത്. ദെൻ ക്ലറിക്കൽ സ്റ്റാഫ്. ക്ലിയർ ആണോ കോമ്പോണൻസ് ഏതൊക്കെയാണെന്ന്? OPD കോമ്പോണൻസ് ലാസ്റ്റ് വൺ ആണോ? ക്ലറിക്കൽ സ്റ്റാഫ് ആണോ? ക്ലറിക്കൽ സ്റ്റാഫ് ആണോ ചോദിച്ചത്? ക്ലറിക്കൽ സ്റ്റാഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെയുള്ള റെക്കോർഡ്സുകളൊക്കെ കീപ്പ് ചെയ്യുന്നതും അതോടൊപ്പം തന്നെ ഡോക്യുമെന്റ്സ് ഒക്കെ നമ്മൾ OP-യിൽ ചെല്ലുമ്പോഴേ അവിടുത്തെ നമ്മുടെ രജിസ്റ്റർ ഫയലുകളൊക്കെ കീപ്പ് ചെയ്യുന്ന ഒരു അസിസ്റ്റന്റ് ഉണ്ടാകും. അവർക്ക് വേറെ അല്ലെങ്കിൽ രോഗികളെ ശുശ്രൂഷിക്കാനോ അങ്ങനെയുള്ള എക്സ്പീരിയൻസ് ഒന്നുമല്ല. അവര് അറ്റ്ലീസ്റ്റ് അടുത്ത മീറ്റിംഗ് ഷെഡ്യൂൾ ചെയ്യുക, ഫോൺ കോൾസ് അറ്റൻഡ് ചെയ്യുക, അല്ലെങ്കിൽ ഡോക്യുമെന്റ്സും കാര്യങ്ങളൊക്കെ ഒന്ന് സൂക്ഷിക്കുന്നത്. അത്രയുള്ള അവരുടെ ഡ്യൂട്ടീസ്. ഓക്കെ, then മാനേജ്മെന്റ് സ്ട്രക്ചറും അതുപോലൊപ്പം തന്നെ ഓർഗനൈസേഷണൽ കോമ്പോണൻസും ഒന്ന് വായിച്ചു നോക്കുക കേട്ടോ. മാനേജീരിയൽ സ്ട്രക്ചർ നോക്കുക, then കോമ്പോണൻസ് വായിക്കാം. വായിച്ചെല്ലാവരും? ഓക്കെ, ക്ലിയർ ആണോ? ഒന്നെടുത്ത് അത്രയും നോക്കിയാണോ എല്ലാവരും? ക്ലാസ് ക്ലിയർ ആണോ? ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, നിങ്ങൾ ഡൗട്ട്സ് ഒന്നും ഇല്ലല്ലോ. പിന്നെ നെക്സ്റ്റ് വരുന്നത് പ്രോബ്ലംസ് ഓഫ് OPD. OPD-യിലെ പ്രശ്നങ്ങളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. കുറച്ച് ടഫ് ആണെന്ന്, എന്ത് പറ്റി? ടഫ് ആവേണ്ട കാര്യമില്ല.
ഫസ്റ്റ് കൺഫ്യൂഷൻ ഉണ്ട്. ഓക്കെ, അപ്പൊ അത് ഒന്ന് പഠിച്ചാൽ മതി, ശ്രദ്ധിച്ച് പഠിച്ചിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല. കുറച്ച് നമ്മൾ പഠിച്ചു വന്നേലേ ഉള്ളൂ. അപ്പൊ അതൊന്നും ചില പോയിന്റ്സുകൾ ഉണ്ട് അല്ലെ, പോയിന്റ്സുകൾ അധികം ഉണ്ട്, ചില കുറച്ച് കൺഫ്യൂഷൻസ് ഒക്കെ വന്നേക്കാം. കുഴപ്പമില്ല, നന്നായിട്ട് വായിക്കാം. എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് ചോദിച്ച് ക്ലിയർ ചെയ്യാം കേട്ടോ. മോക്ക് ടെസ്റ്റ് എന്ത് ചെയ്യാം, കൃത്യമായിട്ട് അണ്ടർലൈൻ ചെയ്യാം. OPD പല സെക്ഷൻ ആയപ്പോ ഓക്കെ. ഇനി അങ്ങോട്ട് കുഴപ്പമില്ല, പോയിന്റ്സുകളൊക്കെയാണ് വരുന്നത്. അപ്പൊ എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം. സ്പീഡ് ഓക്കെ ആണോ, കുഴപ്പമില്ലല്ലോ, ഫോളോ ചെയ്യാൻ പറ്റുന്നില്ലല്ലോ അവർക്കും, ഓക്കെ ആണോ? ദെൻ അടുത്തത് പ്രോബ്ലംസ് ആണ്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് പ്രോബ്ലംസ് സ്റ്റാർട്ട് ചെയ്യാം. കാരണം ഫസ്റ്റ് പോയിന്റ് ചിലപ്പോൾ പറയാൻ പറ്റുള്ളൂ, ടൈം ഇല്ലായിരുന്നു. അപ്പോ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് OPD പ്രോബ്ലംസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോ ഇന്നെടുത്ത് അത്രയും ക്ലിയർ ആയിട്ടൊക്കെ വായിക്കാം, ടെസ്റ്റ് ഒക്കെ അറ്റൻഡ് ചെയ്യാം, നല്ല രീതിയിൽ പഠിക്കാം. ഓക്കെ, താങ്ക് യു ഓൾ.